സൂര്യ 46ന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്നാണ് ആ ഒരു സിനിമയുടെ പേരായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. സൂര്യയും ഒരു കുഞ്ഞിനെ ആണെങ്കിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന രീതിക്കത്തെ ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ആ ഒരു സിനിമയുടെ ഒരു മൂഡ് എന്താണെന്നുള്ള സംഭവം നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് പടമായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടും വേണ്ട. ഒരു ഇമോഷണലായിട്ടുള്ളൊരു സംഭവത്തിലൊക്കെ അത് പോകുന്നൊരു അടിപൊളി പടമായിരിക്കും എന്ന് മൈൻഡ് പറയുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ടൊരു സന്തോഷവും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം തമിഴിലൊക്കെ ആണെങ്കിലും ഇത്രയും വലിയൊരു സ്റ്റാറാണ് സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു സ്റ്റാർ തന്നെയാണ് തമിഴ് സിനിമയിലെ. അപ്പോൾ അത്ര ഒരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു ഒരു നടനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ സിനിമ സംവിധാനം ചെയ്യുന്നത് വെങ്കി അഡ്ലൂരിയാണ് സംവിധാനം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ ബ്ലോക്ക് ബസ്റ്റർ പടം കൊടുത്ത സംവിധായകനാണ് വെങ്കി അഡ്ലൂരി എന്ന് പറഞ്ഞ ഡയറക്ടർ. അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് സൂര്യയായിട്ട് വരുന്ന ഈ ഒരു സൂര്യ 46 എന്ന് പറഞ്ഞ വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഫീൽ ഗുഡ് വൈബ് തരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്ററിന് ഒരു ഭയങ്കര ക്വാളിറ്റി ഭയങ്കര സംഭവമായിട്ടൊന്നും ഇല്ല. നോർമലായിട്ടുള്ളൊരു പോസ്റ്ററാണ്, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു പോസ്റ്ററാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ സൂര്യയുടെ റെട്രോയുടെ ഒക്കെ പോസ്റ്റർ വെച്ച് നോക്കുമ്പം അതിൻ്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റിയുടെ അത്രയും വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക്. പക്ഷേ പോസ്റ്റർ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു വൈബ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ക്ലാസി ആയിട്ടുള്ളൊരു സൂര്യയെ നമുക്ക് ഈ ഒരു പടത്തിൽ കാണാം. മാസും കാര്യങ്ങളും ഒന്നും അല്ലാതെ ഒരു നൈസായിട്ടുള്ളൊരു സൂര്യയെ നമുക്ക് കാണാം. കുറേ നാളായിട്ട് അങ്ങനെയുള്ളൊരു സൂര്യൻ മിസ്സിങ് ആയിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ നല്ല രീതിക്ക് തന്നെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടൻറ് ഓറിയൻറ്റഡ് പടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ജി.വി. പ്രകാശാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നല്ല രീതിക്ക് മ്യൂസിക്കൊക്കെ ഈ പടത്തിൽ കൈകാര്യം ചെയ്യുമെന്നും ഒരു പ്രതീക്ഷയുണ്ട്. കാരണം സുററേ പൊട്ടൂറിന് ശേഷമുള്ള ചിത്രമാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് ആണെങ്കിൽ ഈ പോസ്റ്ററിൽ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ അവർ റിലീസ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ജൂലൈയിലായിരിക്കും ഈ ഒരു പടത്തിൻ്റെ റിലീസ് എന്നാണ് പോസ്റ്റർ കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കറുപ്പ് ടീമിന് ഭയങ്കര ഒരു അടിയായിരിക്കണം. അവർ ഇതുവരെയായിട്ട് റിലീസ് ഡേറ്റ് പോലും പുറത്തു വിട്ടിട്ടില്ല. ഇതൊരു പടത്തിൻ്റെ നെയിം, അതായത് ആ പേര് അവർ പറഞ്ഞപ്പോൾ തന്നെ അവർ ആ സിനിമയുടെ റിലീസ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം നിങ്ങൾ പറയുക. വെങ്കി അഡ്ലൂരി സൂര്യ കോമ്പിനേഷൻ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, ആ ഒരു കോമ്പിനേഷൻ എന്നുള്ള കാര്യവും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.